ഇന്നുള്ളത്. ഒന്നാമതായി നമ്മൾ ഉദ്ദേശിച്ചത് ബയോഗ്യാസ് ആണ്. രണ്ടാമതായി ഫെർട്ടിലൈസർ. ബയോഗ്യാസിൻ്റെ ഉപയോഗം എന്തെന്നാൽ നമ്മുടെ സ്കൂളിൽ ആവശ്യമായ യൂണിയനിൽ ആവശ്യമായ LP നമുക്ക് ഈ ബയോഗ്യാസ് കൊണ്ട് നിർമ്മിക്കാം. ഫെർട്ടിലൈസറിൻ്റെ ഉപയോഗം എന്നാൽ നമ്മുടെ സ്കൂളിലേക്ക് ആവശ്യമായ അടുക്കള തോട്ടത്തിൻ്റെ വളമാക്കി ഉപയോഗിക്കാൻ കഴിയും. യൂറിനിൽ പൊട്ടാസ്യവും നൈട്രജനും ധാരാളമായി നിർമ്മിക്കുന്നു. മീഥേൻ ബയോഗ്യാസ് നിർമ്മിക്കുന്ന സൂക്ഷ്മാണുക്കളുടെ പ്രധാന ഭക്ഷണമായ കാർബണിൻ്റെ അളവ് വളരെ കുറവാണ്. എന്നാൽ യൂറിൻ ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നതിന് പകരം കാർബൺ ഉയർന്ന അളവിലുള്ള വസ്തുക്കളുടെ കൂടെ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ബയോഗ്യാസ് നിർമ്മാണത്തിന് ശേഷം യൂറിനിൽ പൊട്ടാസ്യവും നൈട്രജനും ഉള്ളതിനാൽ നമുക്ക് സമൃദ്ധവും ഫലപ്രദവുമായ ബയോഗ്യാസ് നിർമ്മിക്കാൻ കഴിയും. ഇനി നമുക്ക് സ്ട്രൂവൈറ്റ് എന്ന് നോക്കാം. യൂറിൻ കളക്ടറിൽ നിന്നെത്തുന്ന യൂറിൻ ഫെർട്ടിലൈസർ പ്ലാന്റിലേക്ക് എത്തുന്ന അവിടെ രാസപ്രവർത്തനം നടത്തുകയും യൂറിനും മഗ്നീഷ്യം ഓക്സൈഡുമായി പ്രവർത്തിപ്പിച്ച് ഖരരൂപത്തിലുള്ള വളമാക്കി മാറ്റാൻ കഴിയുന്നു. ഈ പ്രക്രിയ സ്ട്രൂവൈറ്റ് പ്രസിപ്പിറ്റേഷൻ എന്ന് അറിയപ്പെടുന്നു. പ്രധാനമായും ഫോസ്ഫറസും നൈട്രജനും പോലുള്ള വിലയേറിയ പോഷകങ്ങൾ വീണ്ടെടുക്കുന്നതിന് ഈ രീതി വളരെ ഫലപ്രദമാണ്. സ്ട്രൂവൈറ്റ് പ്രസിപ്പിറ്റേഷനിലൂടെ ലഭിക്കുന്ന ഖരവളമാണ് സ്ട്രൂവൈറ്റ് എന്ന ധാതു.